إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അമ്പിയാക്കളുടെ ചരിത്രങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ നന്ദിയുടെ ശുക്റിന്റെ സുപ്രധാനമായ ചില പാഠങ്ങളാണ് നമ്മൾ പരസ്പരം ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അതിനോടനുബന്ധമായി തുടർച്ചയായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഖുതുബയിൽ നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്ദി ചെയ്ത് ജീവിക്കുന്നവർ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വിനിയോഗിക്കുന്നവർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ഫിത്നകളിൽ നിന്നും സുരക്ഷിതമാക്കി സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആനും തെളിവുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാനിൽ ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി ശത്രുക്കൾ പരത്തിയപ്പോൾ ദുർബലരായിട്ടുള്ള ചിലർ അവർ യുദ്ധത്തിൽ നിന്ന് പിന്തി നിൽക്കാനും ഈമാൻ അവതാളത്തിലാകുന്ന അവസ്ഥയിലെത്താനും അത് കാരണമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മുനാഫിക്കുകൾ ഈ അവസരം മുതലെടുത്തു. യുദ്ധത്തിൽ നിന്ന് പിന്തി നിൽക്കാൻ അവരിതിനെ കാരണമായി എടുത്തു പറഞ്ഞു. പുതു മുസ്ലിമീങ്ങൾക്കിടയിൽ ഇത് അവർ പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒരു വേള പലരും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുമോ എന്ന ഭീതി ജനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല രംഗത്തെപ്പറ്റി പറഞ്ഞു, വമൻ യൻഖലിബ് അലാ അഖിബൈ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ, ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെയും നിങ്ങൾ ദീനിൽ നിന്ന് പുറംതിരിഞ്ഞു കളയുകയാണോ, നിങ്ങൾ പിൻവാങ്ങുകയാണോ? ആരെങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്, ദീനിന്റെ നിയമങ്ങളിൽ നിന്ന് പുറംതിരിയുന്നുവോ പിൻവാങ്ങുന്നുവോ, ഫലൻ യദുറല്ലാഹ ശൈഅ, അള്ളാഹുവിനത് യാതൊരു ദ്രോഹവും ഏൽപ്പിക്കുകയില്ല. ആർക്കാണ് അതിന്റെ ദ്രോഹം? അത് പ്രവർത്തിച്ചവർക്ക് തന്നെയാണ്. വസയജ്സില്ലാഹു ശാകിരീൻ, മറിച്ച് എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും, ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊല്ലപ്പെട്ടാൽ തന്നെയും യുദ്ധമുഖത്ത് അതിൽ നിന്ന് പിന്തിരിയാതെ സ്ഥൈര്യത്തോടെ നിലനിൽക്കുന്ന നന്ദിയുള്ളവർ, ഷാകിരീൻ എന്നാണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു.
സ്വഹാബത്തിനെയാണ് വിശേഷിപ്പിച്ചത്. അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം ഇഹലോകത്തും പരലോകത്തും നൽകുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നവർ, ഏതു പ്രതിസന്ധി വേളയിലും ദീനിന്റെ അധ്യാപനങ്ങൾ അടിയുറച്ചു നിൽക്കുന്നവർ. നോക്കൂ നിങ്ങൾ ഈ പശ്ചാത്തലം. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന് ശത്രുക്കൾ ദുഷ്പ്രചരണം നടത്തിയപ്പോൾ ആ രംഗത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെയും അത് കളവായിരുന്നു, അത് വ്യാജവാർത്തയായിരുന്നു. യുദ്ധമുഖത്ത് തങ്ങളെ നയിച്ച, തങ്ങളെക്കാൾ തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെടുന്ന രംഗമുണ്ടായാൽ പോലും അവർ സ്ഥൈര്യത്തോടെ അടിപതറാതെ നിലനിൽക്കും. കാരണം അവർ നന്ദിയുള്ളവരാണ്, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണ്. ഏത് പ്രതിസന്ധി വേളയിലും അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ്. നന്ദികേട് പ്രവർത്തിക്കുന്നവരല്ല. അവർക്ക് അള്ളാഹു അർഹമായത് ഇരുലോകത്തും നൽകുന്നതാണ്. സഹോദരങ്ങളെ, ഈ നന്ദി നഷ്ടപ്പെടുത്തുന്നവർ, ഈ ശുക്റിന്റെ പാഠങ്ങൾ വിസ്മരിക്കുന്നവർ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കാൻ വിനിയോഗിക്കുന്നവർ, ഇഹലോകത്ത് നന്ദിയുടെ പാഠങ്ങൾ മറന്ന് അഭിരമിക്കുന്നവർ, അവരെയാണ് സാക്ഷാൽ പിശാച്, മനുഷ്യന്റെ ശത്രു, വഴികേടിലാക്കുക. ഇതവൻ ആണയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവൻ ഏറ്റുപറഞ്ഞതാണ്, അവൻ പ്രഖ്യാപിച്ചതാണ്. ഖിയാമത്ത് നാൾ വരെ തനിക്ക് അവധി നീട്ടി നൽകണമെന്ന് അള്ളാഹുവിനെ പിടിച്ചു സത്യം ചെയ്തുകൊണ്ട് ഇബ്ലീസ്, പിശാച് ആവശ്യപ്പെട്ടു. ശൈത്താൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അനുമതി നൽകി. എന്നിട്ട് ശൈത്താൻ പറയുന്ന പരാമർശം സൂറത്ത് അഅറാഫിൽ അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നു. അള്ളാഹുവേ, നിന്റെ അടിമകളിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിലൂടെ, സ്വർഗത്തിലേക്കുള്ള നിന്റെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ, അവർക്ക് ഞാൻ വഴി തടസ്സമുണ്ടാക്കും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم. അവരുടെ മുൻപിലൂടെയും അവരുടെ പിൻപിലൂടെയും അവരുടെ വലതുഭാഗത്തുകൂടെയും അവരുടെ ഇടതുഭാഗത്തുകൂടെയും ഞാൻ അവർക്ക് മുമ്പിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് വഴി തടസ്സമുണ്ടാക്കും. വലാ തജിദു അക്സറഹും ഷാകിരീൻ. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഇബ്ലീസ് പറയുന്നു, അവരിൽ അധിക പേരെയും ഞാൻ മുൻപിലൂടെയും പിൻപിലൂടെയും വലതും ഇടതും ഭാഗത്തുകൂടെയും പ്രവേശിച്ച് നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തടയുന്നവർ, എന്റെ വിളിക്കുത്തരം ചെയ്യുന്നവർ, അവരധിക പേരും നിനക്ക് നന്ദി ചെയ്യുന്നവരല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരിയായ ദീനിൽ നിന്ന് അടിതെറ്റിപ്പോകുന്നവർ, വ്യതിചലിച്ചു പോകുന്നവർ, വലത്തും ഇടത്തും ചാഞ്ഞും ചെരിഞ്ഞും സഞ്ചരിക്കുന്നവർ, പിശാചിന്റെ വിളിയാളങ്ങൾക്ക് ദുർബോധനങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നവർ. വലാ തജിദു അക്സറഹും ഷാകിരീൻ. ശൈത്താൻ തന്നെ അള്ളാഹുവിനോട് പറയുന്നു, അവർ നന്ദിയില്ലാത്തവരായിരിക്കും. അവരിൽ അധിക പേരും അള്ളാഹുവിനോട് നന്ദി ചെയ്യാത്തവരായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശൈത്താൻ വഴിപിഴപ്പിക്കുന്നവർ, ദീനിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുന്നവർ, അവർ അള്ളാഹുവിന് നന്ദി ചെയ്യാത്തവരാണ്. അത് പിശാചിനറിയാം. അതുകൊണ്ടാണ് നന്ദി ചെയ്യാത്തവരുടെ പിന്നാലെ അവൻ കൂടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ നമ്മൾ ഗൗരവത്തോടെ ഓർക്കേണ്ടുന്ന പല പാഠങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ഹദീസിൽ കാണാം, സയഅതി അലന്നാസി സനവാതുൻ ഖദ്ദാഅത്. ജനങ്ങളെ പിടികൂടുന്ന ചില വഞ്ചനാത്മകമായ വർഷങ്ങൾ വരാനിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 14 മുമ്പുള്ള പ്രവചനമാണത്. എന്നിട്ട് ആ വഞ്ചനാത്മകമായ വർഷങ്ങളെപ്പറ്റി അവിടുന്ന് പറഞ്ഞു, യുസദ്ദഖു ഫീഹൽ കാദിബ്. കള്ളം പറയുന്നവർ, കളവും വ്യാജവും കൊണ്ടു നടക്കുന്നവർ, അവരെ ജനങ്ങൾ സത്യസന്ധന്മാരെന്ന് വിശേഷിപ്പിക്കും. വയുകദ്ദബു ഫീഹ സാദിഖ്. സത്യസന്ധന്മാരായ, സത്യസന്ധത മുറുകെ പിടിക്കുന്നവർ, അവരെ ജനങ്ങൾ കള്ളനെന്നും വ്യാജനെന്നും മുദ്രകുത്തും. വയുഖവ്വനു ഫീഹൽ അമീൻ. വിശ്വസ്തരായിട്ടുള്ള ആളുകൾ, വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നവർ, അവരെ ആളുകൾ വഞ്ചകരെന്ന് വിശേഷിപ്പിക്കും. വയുഖവ്വനു ഫീഹൽ അമീൻ വയുഅ്തമനു ഫീഹൽ ഖായിൻ. വഞ്ചിക്കുന്ന ആളുകൾ, വഞ്ചന കൈമുതലാക്കിയവർ, ജനങ്ങളെ കൊള്ളയടിക്കുന്നവർ, വഞ്ചിക്കുന്നവർ, അവരെ ആളുകൾ വിശ്വസ്തരെന്ന് വിശേഷിപ്പിക്കും. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിടത്താണ് നമ്മളിത് സംസാരിക്കുന്നത്. ആ രംഗത്ത് ഈ വിശേഷണങ്ങൾ വളരെ വ്യാപകമായി നമുക്ക് പ്രചരണത്തിൽ കാണാം. സഹോദരങ്ങളെ, സത്യസന്ധന്മാർ കള്ളന്മാരായും കള്ളന്മാരെ സത്യസന്ധന്മാരായും, വിശ്വസിക്കുന്നവരെ, വിശ്വസിക്കാൻ കൊള്ളുന്നവരെ വഞ്ചകന്മാരായും, വഞ്ചകന്മാരെ വിശ്വാസയോഗ്യരായും ആളുകൾ വിശേഷിപ്പിക്കുന്ന കാലഘട്ടം, വഞ്ചനാത്മകമായ കാലഘട്ടം,
ജനങ്ങളുടെ മസ്തിഷ്കങ്ങൾ പ്രക്ഷാളനം സംഭവിക്കപ്പെടുന്ന ആളുകൾ സത്യം അസത്യമായും, അസത്യം സത്യമായും, ശരി തെറ്റായും, തെറ്റ് ശരിയായും, നീതി ന്യായമായും, ന്യായം അനീതിയായുമൊക്കെ, നീതി അന്യായമായും, അന്യായം നീതിയുമായൊക്കെ മനസ്സിലാക്കുന്ന വഞ്ചനാത്മകമായ ചില വർഷങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുസദ്ദഖു ഫീഹൽ കാദിബ് വയുതമനു ഫീഹൽ അമീൻ വയുഖവ്വനു ഫീഹൽ അമീൻ വയൻതഖു ഫീഹർ റുവൈബില. ആ കാലഘട്ടത്തിൽ, ആ വർഷങ്ങളിൽ റുവൈബിലമാർ സംസാരിക്കും. സഹാബത്തിന് പരിചയമില്ലാത്തൊരു പദപ്രയോഗമായിരുന്നു അത്. അവർ ചോദിച്ചു, ആരാണ് ഈ റുവൈബിലമാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, അർറജുലു താഫിഹ് യതകല്ലമു ഫീ അംരിൽ ആമ്മ. പൊതുസമൂഹത്തിന്റെ വിഷയത്തിൽ നാക്കിട്ടടിക്കുന്ന, സംസാരിക്കുന്ന, അന്തസാര ശൂന്യനായ, ഒരു നിലവാരവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്തവൻ, വലിയ വലിയ വിഷയങ്ങളിൽ, മുസ്ലിം ഉമ്മത്തിന് ഒന്നടങ്കം ബാധിക്കുന്ന വിഷയങ്ങളിൽ, സെൻസിറ്റീവായ വിഷയങ്ങളിൽ, ദീനിന്റെ വിഷയങ്ങളിൽ വലിയ വായിൽ സംസാരിക്കുന്ന, ദീനിന്റെ ബാലപാഠം പോലും അറിയാത്ത അന്തസാര ശൂന്യൻ, ബുദ്ധി ഇല്ലാത്ത, ബുദ്ധിരഹിതനായ, ബുദ്ധിശൂന്യനായ താണ നിലവാരത്തിലുള്ളവർ നാക്കിട്ടടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം നോക്കൂ നിങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നന്ദിയില്ലാത്ത, ദീനനുസരിച്ച് പ്രവർത്തിക്കാത്ത ദുർമാർഗികളായ തോന്നിവാസികളെ ശൈത്താൻ സാക്ഷാൽ വഴികേടിലേക്ക് നയിക്കുകയാണ്. അതിന്റെ അനന്തരഫലമായി സംഭവിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി ചെയ്ത് ശരിയായ ദീൻ മുറുകെ പിടിച്ചു ജീവിക്കുന്നവർ, സ്ഥൈര്യത്തോടെ നിലകൊള്ളുന്നവർ, അവർക്ക് ഇത്തരം വഞ്ചനാത്മകമായ പേമാരി വർഷം പോലെ ഫിത്തനകൾ പെയ്തിറങ്ങുന്ന, ദീൻ മുറുകെ പിടിക്കുന്നവർക്ക് കയ്യിൽ തീക്കനലേന്തിയതുപോലെ അതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന, ജയിലറയിൽ വസിക്കുന്നത് പോലെ ഫിത്തനകൾ കൂലം കുത്തി ഒഴുകുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായത് നൽകുമെന്നാണ്, അല്ലാഹുവിന്റെ സംരക്ഷണം നൽകുമെന്നാണ്, അല്ലാഹുവിന്റെ കാവൽ നൽകുമെന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അല്ലാഹു സവിശേഷമായ പ്രതിഫലം നൽകുമെന്നാണ്. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണ് ദുനിയാവിൽ നേടിയത് നമുക്കറിയാം. അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവിടുത്തെ വരും തലമുറക്ക് വേണ്ടി ബാക്കി വെച്ച ദുനിയാവിൽ അവിടുത്തെ അനന്തര സ്വത്ത് എന്തായിരുന്നു? അവിടുന്ന് പലപ്പോഴും നല്ല ബാർലിയുടെ ഗോതമ്പിന്റെ പൊടി കൊണ്ടുണ്ടാക്കിയ മാവ് കുഴച്ച റൊട്ടി ഭക്ഷിച്ചിട്ടില്ല. ഉണങ്ങിയ റൊട്ടിയും പച്ചവെള്ളവും മാസങ്ങളോളം തങ്ങളുടെ ഭാര്യമാരുടെ അറകളിലെ അടുപ്പുകളിൽ തീ പുകയാത്ത ദിനരാത്രങ്ങൾ അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. വിശപ്പ് സഹിക്കവയ്യാതെ ഒരു മധ്യാഹ്ന സമയത്ത് പുറത്തിറങ്ങിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായ അനുഭവം, പ്രയാസം ഉറക്കം കെടുത്തിയ അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയുമാണ് തെരുവീതിയിൽ കണ്ടുമുട്ടാൻ അവസരമുണ്ടായത്. അവിടുത്തെ സാഹിബുകൾ, ഈ ഉമ്മത്തിൽ അതിശ്രേഷ്ഠർ, പട്ടിണി സഹിക്കവയ്യാതെ നട്ടുച്ച നേരത്ത് വിശപ്പ് സഹിക്കവയ്യാതെ പുറത്തിറങ്ങുന്നു. ഖന്തഖ് യുദ്ധവേളയിൽ പട്ടിണി കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ സഹാബത്ത് ആ പ്രയാസം അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയവേ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയത്. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ അള്ളാഹുവിനോട് ചോദിച്ചത് അന്നന്നത്തേക്കുള്ള അന്നത്തിന്റെ വകയാണ്. ഇതാണ് അവിടുന്ന് ദുനിയാവിൽ നേടിയത്, അല്ലെങ്കിൽ ദുനിയാവിൽ ആഗ്രഹിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ അവിടുത്തേക്ക് ലഭിച്ചത് ഇത്രയാണ്. അവിടുന്ന് അത് ആഗ്രഹിച്ചിട്ടില്ല. മാലി വലി ദുനിയ, ഈ നശിക്കുന്ന ദുനിയാവും ഞാനും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? ഒരിക്കൽ വിരിപ്പില്ലാതെ തലയില്ലാതെ ഈ തപ്പനക്കട്ടിൽ വിശ്രമിക്കവേ ആ കിടന്ന ഉറക്കം അവിടുത്തെ ശരീരത്തിൽ പാടുണ്ടാക്കിയപ്പോൾ സഹാബത്ത് വിരിപ്പ് നൽകാമായിരുന്നല്ലോ, തലയിണ നൽകാമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനും ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? ഇതാണ് അവിടുന്ന് ദുനിയാവിൽ ആസ്വദിച്ചത്, അനുഭവിച്ചത്. എന്നിട്ടും മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ഈ ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദ് നിസ്കരിച്ച് കാലിൽ നീരുകെട്ട് വീർക്കുകയാണ്. നമുക്കറിയാം ആ ചരിത്രം. പറയാൻ എളുപ്പമാണ്, അയവിറക്കാൻ എളുപ്പമാണ്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, അല്ലാഹുവിന്റെ റസൂലേ, മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട താങ്കൾ എന്തിനാണ് ഇങ്ങനെ കാലിൽ നീര് വരുവോളം കഷ്ടപ്പെട്ട് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നത്?
സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അഫലാ അകൂന അബ്ദൻ ശകൂറ, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറ, ഓ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരേണ്ടേ? ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരേണ്ടേ? ആരാണ് ഈ ചോദിക്കുന്നത്? സഹോദരങ്ങളെ, ഈ ചോദ്യം നമ്മൾ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തെ എത്ര തവണ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്? അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കെമ്പാടും നന്ദികേട് മാത്രം പ്രവർത്തിച്ചിട്ടും കണ്ണും കാതും കൽബും ഹറാമുകൾ കൊണ്ട് മലീമസമായിട്ടും പരിശുദ്ധ റമളാൻ കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ ദീനിനോട് യാതൊരു കൂറും പ്രതിബദ്ധതയും കാറ്റിൽ പറത്തി ഇതാ ശവ്വാലിലും ജീവിച്ചു തീർത്തിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നന്ദിയുടെ പാഠങ്ങൾ എമ്പാടും മുച്ചൂടും ജീവിതത്തിൽ വിസ്മരിച്ചിട്ടും ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം ഇതായിരുന്നു. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടു, അമ്പിയാക്കൾക്ക് അള്ളാഹു ഓതിക്കൊടുത്ത ശുക്റിന്റെ നന്മയുടെ പാഠങ്ങൾ, ദുനിയാവിൽ അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയ, മനുഷ്യരിൽ ശ്രേഷ്ഠരായ അള്ളാഹു തിരഞ്ഞെടുത്ത, മനുഷ്യരെ സന്മാർഗത്തിലേക്ക് ആനയിക്കുന്ന അമ്പിയാക്കൾക്ക് അത് നൽകിയപ്പോഴെല്ലാം അള്ളാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി, യഅമലു, മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്ത് നൽകി, അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ നൽകി, ഭൂമിയിൽ അധികാരം നൽകി. അവിടുത്തെ മകനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമും നബിയായി. ജിന്നുകൾ വരെ കീഴ്പ്പെടുത്തപ്പെട്ടു. കാറ്റും പക്ഷികളും പറവകളുമെല്ലാം മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധീനതയിൽ സേവകരായി. അധികാരം ലഭിച്ചു, ഭൂമിയിൽ പ്രാതിനിധ്യം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സബയിൽ ഇതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ദാവൂദ് നബിയുടെ കുടുംബത്തെയും ഓർമ്മപ്പെടുത്തുന്നു. യഅമലു ആല ദാവൂദ ശുക്ര, ഓ ദാവൂദിന്റെ കുടുംബമേ, നിങ്ങൾ നന്ദിപൂർവ്വം പ്രവർത്തിക്കുക, നന്ദിയുള്ളവരാകുക. ദീനും ദുനിയാവും അധികാരവും സ്ഥാനവും ബഹുമതിയുമെല്ലാം ജിന്നുകളെ വരെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത നമുക്ക് സമാന്തര സൃഷ്ടിവർഗമായ നമ്മെക്കാൾ കഴിവും ശക്തിയുമുള്ള പ്രബലരായ ജിന്നുകൾ വരെ കീഴ്പ്പെടുത്തിക്കൊടുത്ത ഐഹികാനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നന്ദിപൂർവ്വം ശുക്ർ ചെയ്ത് പ്രവർത്തിക്കുക. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബമേ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഒരു ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വായിക്കാൻ സാധിക്കുന്ന ഹദീസ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം, ആ കുടുംബത്തിന്റെ നായകനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഈ കൽപ്പന നടപ്പിലാക്കിയതെന്ന്, എങ്ങനെയാണ് നന്ദിപൂർവ്വം ശുക്ർ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഹബ്ബുസ് സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ് അലൈഹിസ്സലാം വഅഹബ്ബുസ് സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ് അലൈഹിസ്സലാം. അള്ളാഹുവിന് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രിയങ്കരമായ നിസ്കാരം ഫർളായ നിസ്കാരത്തെ കുറിച്ചല്ല, ഐച്ഛികമായ നിസ്കാരം, സുന്നത്തായ നിസ്കാരം. ആ നിസ്കാരങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിസ്കാരം. ഫർള് ഒഴിവാക്കാൻ മുസ്ലിമിന് വകുപ്പില്ല. ഫർള് നിസ്കരിക്കാത്തവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്, നമുക്കറിയാം. അവരെ കുറിച്ച് ചർച്ചയില്ല. അതിനുമപ്പുറത്ത് ഐച്ഛികമായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നവരുടെ നിസ്കാരങ്ങളിൽ സമ്മോഹനമായ വിശിഷ്ടമായ അള്ളാഹുവിന് പ്രിയങ്കരമായ നിസ്കാരം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിസ്കാരമാണ്. നോമ്പനുഷ്ഠിക്കുന്നവർ റമദാനിലെ നിർബന്ധ മാസക്കാലത്തെ നോമ്പിനെ കുറിച്ചല്ല, മറിച്ച് നിർബന്ധ നോമ്പുകൾക്ക് പുറമെ ഐച്ഛികമായ നോമ്പുകൾ അനുഷ്ഠിക്കുന്നവരുടെ നോമ്പിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നോമ്പ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പായിരുന്നു. ഏതാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഐച്ഛിക നിസ്കാരം? ഏതായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഐച്ഛികമായ നോമ്പ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, കാന യനാമു നിസ്ഫൽ ലൈൽ വയഖൂമു സുലുസഹു വയനാമു സുദുസഹു. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് രാത്രിയുടെ പകുതി സമയം അവിടുന്ന് ഉറങ്ങും. വയഖൂമു സുലുസഹു, ശേഷം രാത്രിയുടെ 1/3 നിന്ന് അവിടുന്ന് രാത്രി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. വയനാമു സുദുസഹു, ശേഷം രാത്രിയുടെ 1/6 അവിടുന്ന് കിടന്നുറങ്ങും. നോക്കൂ നിങ്ങൾ, രാത്രിയെ 12 വിഭജിക്കുകയാണെങ്കിൽ, 12 മണിക്കൂറായി വിഭജിക്കുകയാണെങ്കിൽ 6 മണിക്കൂർ അദ്ദേഹം ഉറങ്ങും. 4 മണിക്കൂർ ശേഷം ഉറങ്ങി എഴുന്നേറ്റ് അദ്ദേഹം നിന്ന് നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. ശേഷിക്കുന്ന 2 മണിക്കൂർ ഫജ്റിന് മുമ്പ് വീണ്ടും ഉറങ്ങും. ഇങ്ങനെ ദിവസവും എല്ലാ രാത്രിയും അവിടുന്ന് നിസ്കരിച്ചിരുന്നു. ഇതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം, സുന്നത്ത് നിസ്കാരം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും വന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവിടുത്തെ നോമ്പ് എന്തായിരുന്നു? വയസൂമു യൗമൻ വയുഫ്തിറു യൗമൻ. അവിടുന്ന് ഒരു ദിവസം നോമ്പെടുക്കുകയും ഒരു ദിവസം നോമ്പെടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം നോമ്പെടുക്കുന്നു, അടുത്ത ദിവസം നോമ്പ് ഉപേക്ഷിക്കുന്നു. ഇങ്ങനെയായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്നത്ത് നോമ്പ്. ഇതായിരുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പും നിസ്കാരവും. ദാവൂദ് നബിയുടെ നന്ദി പ്രകടനമായിരുന്നു ഇത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നമ്മുടെ നന്ദിയുടെ അളവ് എത്ര നിസാരമായിരിക്കും. നമ്മൾ അള്ളാഹുവിന് ചെയ്ത നന്ദിയുടെ ശുക്റിന്റെ പാഠങ്ങൾ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളിലൂടെ നന്ദിപൂർവ്വം നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എത്ര ശുഷ്കമാണ് സഹോദരങ്ങളെ. ദീനിന്റെ വിഷയത്തിൽ, നന്മയുടെ വിഷയത്തിൽ, സുഹൃത്തങ്ങളുടെ വിഷയത്തിൽ നമ്മുടെ മുകളിലുള്ളവരിലേക്ക് നോക്കൂ. നാം അമ്പിയാക്കളിലേക്ക് നോക്കൂ. കാല് നീര് കെട്ടി വരുവോളം രാത്രി നിന്ന് നിസ്കരിച്ച മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖിലേക്ക് നോക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ പതിച്ചു വെക്കൂ. ദീനിൽ നമ്മെക്കാൾ താഴ്ന്നയുള്ളവരിലേക്ക് നോക്കി നമ്മൾ അഭിരമിക്കല്ലേ, നമ്മൾ അഹങ്കരിക്കല്ലേ, അത്ഭുതം കൂറല്ലേ, വഞ്ചനയിലാകല്ലേ. എന്നാൽ ദുനിയാവിൽ നമുക്ക് നടപ്പിലാവൂല. ദുനിയാവിൽ എപ്പോഴും നമ്മൾ ടോപ്പിലേക്ക് നോക്കുകയുള്ളൂ, ഉന്നത നിലവാരത്തിലുള്ളവരിലേക്ക് നോക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ താഴ്ത്തിക്കെട്ടും. ദീനിലാണത് നമ്മൾ നടപ്പിലാക്കേണ്ടത്. ദീനിൽ, നന്മയിൽ, സുഹൃതങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ മുകളിലുള്ളവരിലേക്ക് നോക്കൂ. ആരിലേക്ക്? അമ്പിയാക്കളിലേക്ക്, മുർസലീങ്ങളിലേക്ക്, സ്വഹാബത്തിലേക്ക്, സലഫു സ്വാലിഹീങ്ങളിലെ അയിമ്മത്തിലേക്ക്, ഉലമാക്കളിലേക്ക് നോക്കൂ. എങ്കിൽ നമ്മുടെ നന്ദി എത്ര ശുഷ്കമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ശവ്വാലിൽ 6 നോമ്പിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഖുതുബകളിൽ. ഈദിനും ഈദിന് ശേഷവുമെല്ലാം ഇപ്പോഴും ശവ്വാലിൽ 6 നോമ്പെടുക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സമയം അവസാനിച്ചിട്ടില്ല. ഒരാഴ്ചയിൽ ചില്ലറ ദിവസങ്ങൾ ഇനിയും ശവ്വാലിൽ ബാക്കിയുണ്ട്. 6 നോമ്പുകൾ, ശവ്വാലിന്റെ 6 നോമ്പ് എന്നുള്ള നിയത്തിൽ ഇടവിട്ടോ അടുപ്പിച്ചോ ഈ ദിവസങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് എടുത്താൽ 1 വർഷം നോമ്പെടുത്ത പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുക. പാഴാക്കരുത്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ നമുക്ക് ഇറങ്ങാതിരിക്കാൻ, സംഭവിക്കാതിരിക്കാൻ സുരക്ഷയാണ്, രക്ഷാകവചമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയവേ, ആ ലൂത്ത് നബിയുടെ സമൂഹം, അദ്ദേഹത്തെ ധിക്കരിച്ച സമൂഹം ഏറ്റവും നീചമായ, വൈകൃതമായ, പ്രകൃതി വിരുദ്ധമായ ഒരു ലൈംഗിക രാജകത്വത്തിൽ വാണവരായിരുന്നു. അത് ശീലിച്ചവരായിരുന്നു, അത് മേന്മയായി പറയുന്നവരായിരുന്നു. ഇന്ന് ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തി. സ്വർഗഭോഗം, ആണിന് ആണുമതി, പെണ്ണിന് പെണ്ണുമതി, അവർക്ക് വിവാഹം കഴിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ അവരെ നാവിൻ തുമ്പിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമ ഇന്റർവ്യൂകളിലും അവർ ജൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാലഘട്ടം പരിതപിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു സമൂഹത്തെ മുഴുവൻ ചെരൽ മഴ വർഷം ഇറക്കിക്കൊണ്ട് അല്ലാഹു മുച്ചൂടും നാമാവശേഷമാക്കിയ ആ മഹാ തിന്മ ഇന്ന് മഹാ നന്മയായ ആളുകൾ കൊണ്ടാടുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ശിക്ഷ ഇറങ്ങിയപ്പോൾ അല്ലാഹു രക്ഷപ്പെടുത്തിയവരാരാണ്? ഇന്ന അർസൽനാ അലൈഹിം ഹാസിബൻ ഇല്ല ആല ലൂത്ത്. ലൂത്ത് നബിയിൽ വിശ്വസിച്ച അവിടുത്തെ ആളുകൾ അവരൊഴികെ ബാക്കി എല്ലാവർക്കും മുകളിൽ അല്ലാഹു ചെരൽക്കല്ല് വർഷിച്ചു. നജ്ജൈനാഹും ബിസഹർ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിശ്വസിച്ചവരെയും ലൂത്ത് നബിയെയും അല്ലാഹു സുരക്ഷിതമായി രക്ഷിച്ചു. നിഅമതൻ മിൻ ഇൻദിനാ. അത് നമ്മുടെ അനുഗ്രഹമായിരുന്നു. കദാലിക നജ്സി മൻ ശകർ. ഇപ്രകാരം നന്ദി ചെയ്ത് ജീവിക്കുന്നവർ, കാലഘട്ടം എത്ര പുരോഗമിച്ചാലും, ഇസ്ലാമിനെ തിന്മകളെല്ലാം നന്മകളായ ആളുകൾ കൊട്ടിഘോഷിച്ചാലും, നീയല്ലാത്ത സർവ്വ മനുഷ്യരും അത് നന്മയായി, പുരോഗമനമായി, സ്വാതന്ത്ര്യമായി കൊണ്ടാടിയാലും അള്ളാഹുവിന്റെ ദീനിൽ ഹറാമാണോ നീ ഒഴിവാക്കണം. അതാണ് നന്ദി. അങ്ങനെ നന്ദി ചെയ്യുന്നവർ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നൊരുക്കുന്നിടത്ത് നിന്ന് സ്ഫുടം ചെയ്തെടുക്കുന്നത് പോലെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിത തീരത്തെത്തിക്കും. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സമൂഹത്തെ അല്ലാഹു രക്ഷിച്ചതുപോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ ഗ്രാമം, ആ നാട്, ആ പ്രദേശം പിന്നീട് ചരിത്രത്തിൽ അങ്ങനൊരു നാടോ സമൂഹമോ അവിടെ ഇല്ല എന്ന് വിശേഷിപ്പിക്കും വിധം നശിപ്പിക്കപ്പെട്ടു. മുച്ചൂടും അവരില്ലായ്മ ചെയ്യപ്പെട്ടു. അത്തരം കൊടും ശിക്ഷയിൽ നിന്ന് ദുനിയാവിൽ നിന്ന് സുരക്ഷിതരാകണോ? അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചു നന്ദിയുള്ളവരായി ജീവിച്ചവർക്ക് അതിന് സാധിക്കുകയുള്ളൂ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ,
യമനിലെ സബ ദേശക്കാരെ കുറിച്ച് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ സബ ദേശക്കാർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളും താഴ്വരയും ഉറവകളും തോട്ടങ്ങളും പച്ചപ്പും ഹരിതാപവുമെല്ലാം ഭൂമിയിൽ വാരിക്കോരി നൽകി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മനോഹരമായ ആയത്താണിത്, കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വശ്കുറൂ ലഹു, നിങ്ങളുടെ റബ്ബിന്റെ മഹനീയമായ ഈ ഉപജീവന മാർഗങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ, ഭക്ഷിക്കൂ. പക്ഷേ നിങ്ങൾ നന്ദി ചെയ്യണം കേട്ടോ, നിങ്ങൾ നന്ദിയുള്ളവരാകണം. ഈ അനുഗ്രഹങ്ങൾ നന്ദികേടിൽ ഉപയോഗിക്കരുത്. എന്നിട്ട് അല്ലാഹു ബൽദത്തുൻ ത്വയ്യിബ, എത്ര മനോഹരമായ നാട്, എത്ര മനോഹരമായ നാട്. അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ കൺമുമ്പിൽ അല്ലാഹു സംവിധാനിച്ച ഭൗതിക അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ തുറന്നിട്ട് കൊടുത്തപ്പെട്ട ആ മനോഹരമായ നാട്. വറബ്ബുൻ ഗഫൂർ, എത്ര പൊറുത്തു നൽകുന്ന റബ്ബ്. പൊറുത്തു നൽകുന്ന റബ്ബിനെ ഓർത്ത് അവന് നന്ദി ചെയ്യാൻ ഓർമ്മിപ്പിച്ച് മനോഹരമായ നാട് അവർക്ക് സമ്മാനിച്ചിട്ടും അവർ നന്ദികേട് പ്രവർത്തിച്ചു, തോന്നിവാസികളായി. അല്ലാഹു അവർ ഇരു തോട്ടങ്ങൾക്ക് നേരെ അണക്കെട്ടുണ്ടാക്കിയിരുന്നു. അവർ അണക്കെട്ടിലെ ജലപ്രവാഹം തുറന്നിട്ടു, അങ്ങനെ അവരെ ശിക്ഷിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദാലിക ജസൈനാഹും ബിമാ കഫറു, അല്ലാഹു അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് പ്രവർത്തിച്ചവർ അവർക്കുള്ള പ്രതിഫലം ഇതാണ്, ദുനിയാവിൽ തന്നെ അവർക്ക് നൽകും അല്ലാഹു. ആ അണക്കെട്ടിന്റെ ജലപ്രവാഹം അവരിലേക്ക് ഒഴുക്കിവിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. നന്ദി കെട്ടവർക്കുള്ള പ്രതിഫലമാണിത്. വഹൽ നുജാസി ഇല്ലൽ കഫൂർ, നന്ദി കെട്ട വർഗത്തിനല്ലാതെ അല്ലാഹു ശിക്ഷയിറക്കി ഇങ്ങനെ ശിക്ഷിക്കുന്ന മറ്റാർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതെ ജീവിക്കുന്നവരെ അല്ലാഹു ഇതുപോലെ മാതൃകായോഗ്യമായി ചരിത്രത്തിൽ ശിക്ഷിച്ചിട്ടുണ്ട്. ഇനിയും അത് സംഭവിക്കും. അതിൽ നിന്ന് സുരക്ഷിതരാകുന്നവർ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ഹറാം അതൊഴിവാക്കി അല്ലാഹു നിർബന്ധമാക്കിയത് പ്രവർത്തിച്ച് ഒരു മുസ്ലിമായി ജീവിച്ചു മരിക്കുന്നവർ അവർക്ക് സുരക്ഷിതമായി ദുനിയാവും ആഖിറവും നാളെ അല്ലാഹു ഒരുക്കി വെക്കും. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അലൈക്കും ബിമുലാസമത്തി ശുക്രി അലൻ നിഅം, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അതിന് സദാ നന്ദിയുള്ളവരായി നിങ്ങൾ ജീവിക്കണം. ഫഖല്ല നിഅമതുൻ സാലത് അൻ ഖൗമിൻ ഫആദത് ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു നീക്കിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ എടുത്തു നീക്കപ്പെട്ട അനുഗ്രഹം പിന്നീട് തിരിച്ചു വന്നൊരു സമൂഹവും ചരിത്രത്തിൽ അപൂർവമായിട്ടല്ലാതെ സംഭവിച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ, നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തുകൾ, അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടത് പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ല. അല്ലാഹു എടുത്തു നീക്കിയ നിഅമത്തുകൾ തിരിച്ചു വരാത്ത വിധം നന്ദി കെട്ടവരായി അല്ലാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നവരായി നമ്മൾ അതപ്പതിച്ചുകൂടാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിഅമത്തുകൾ അതിന് നന്ദിയുള്ളവരായി നിങ്ങൾ ജീവിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് പറയുന്നു. മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖുർആനും സുന്നത്തും നമ്മെ ആവർത്തിച്ച് അതിലേക്ക് ക്ഷണിക്കുന്നു. അത്തരക്കാരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മുൻഗാമികളിൽ ചിലർ പറഞ്ഞതായി കാണാം, വകുല്ലു നിഅമത്തിൻ ലാ തുഖർരിബു മിനല്ലാഹി ഫഹിയ നിഖ്മ, അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം നിനക്ക് നേടിത്തരാത്ത, അല്ലാഹുവിനെ സ്മരിക്കാത്ത എന്തൊരനുഗ്രഹം നീ ആസ്വദിക്കുന്നുണ്ട്? നിന്റെ സമ്പത്തിലാകട്ടെ, നീ കഴിക്കുന്ന ഭക്ഷണത്തിലാകട്ടെ, നീ ഓടിക്കുന്ന വാഹനത്തിലാകട്ടെ, നീ ധരിക്കുന്ന വസ്ത്രത്തിലാകട്ടെ, നിനക്ക് കൺകുളിർമയായ നിന്റെ ഭാര്യയിലോ മക്കളിലോ ആകട്ടെ, നിന്റെ ദീനിലാകട്ടെ, ദുനിയാവിലാകട്ടെ, അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കാത്ത, ശ്രദ്ധിക്കണം നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് സ്മരണ നിലനിർത്താത്ത, അല്ലാഹുവിന്റെ സാമീപ്യം നേടിത്തരാത്ത എന്തനുഗ്രഹമാണോ, ഐഹികമാകട്ടെ, ദുനിയവിയാകട്ടെ, ദീനിയാകട്ടെ, നീ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഫഹിയ നിഖ്മ, അത് നിനക്ക് ശിക്ഷയാണ്, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാനുള്ള കാരണമാണ്. സുബ്ഹാനല്ലാഹ്. വശുക്റുഹു വൽ ഹാഫിളു ലിന്നിഅമിൽ മൗജൂദ, എന്നിട്ട് അവർ പറഞ്ഞു അല്ലാഹുവിന് നന്ദി ചെയ്യുക എന്നത്, അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കുക എന്നത്, അത് നീ അനുഭവിക്കുന്ന നിഅമത്തുകൾ നിലനിൽക്കാൻ സംരക്ഷിക്കപ്പെടാനുള്ള കാരണമാണ്. അല്ലാഹുവിനുള്ള നന്ദിയാണ് നീ അനുഭവിക്കുന്ന നിഅമത്തുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത്,
നഷ്ടപ്പെടാതെ നിന്നിൽ നിലനിർത്തുന്നത് അതാണ്. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ട നിഅമത്തുകളുണ്ടോ, തിരിച്ചു വരാൻ നീ ആഗ്രഹിക്കുന്ന നിഅമത്തുകളുണ്ടോ, നന്ദി ചെയ്യുക. നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരുന്നതെന്നും അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ശുക്റാണ്. നോക്കൂ നിങ്ങൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന്നിഅമതു മൗസൂലത്തുൻ ബിശുക്ർ. നിഅമത്തുകൾ അത് ശുക്റിന്റെ മേൽ ബന്ധിതമാണ്. ശുക്ർ, അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നതിന്മേൽ ബന്ധിതമാണ് നിഅമത്തുകൾ. നന്ദിയുള്ളവർക്കേ നിഅമത്തുകളുള്ളൂ. വശുക്റു യതഅല്ലഖു ബിൽ മസീദ്. അങ്ങനെ നന്ദിയുള്ളവരായാൽ നിഅമത്തുകൾ അധികരിച്ച് ലഭിക്കുക എന്നതിന് ശുക്ർ ബന്ധിതമാണ്. നന്ദിയുള്ളവർക്ക് അല്ലാഹു അധികരിച്ച് നൽകും, കൂടുതലായി നൽകും. നന്ദിയിന്മേലാണ് നിഅമത്തുകളുടെ വർധനവ്. വലാ യൻഖതിഉൽ മസീദു മിനല്ലാഹി ഹത്താ യൻഖതിഅ ശുക്ർ. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളും ഭൗതികമായ ഐശ്വര്യവും ധന്യതയുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ നന്ദി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴാണോ നന്ദി മുറിഞ്ഞു പോകുന്നത്, അപ്പോൾ അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വർധനവ് മുറിഞ്ഞു പോകും, നിലച്ചു പോകുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ യുമത്തിഉ ബിന്നിഅമതി മാ ശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവന്റെ അടിമകൾക്ക് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അനുഗ്രഹങ്ങൾ അതിൽ അനുഭവിക്കാനും സുഖിക്കാനും അവസരം നൽകും. ഫഇദാ ലം യുശ്കർ അലൈഹാ ഖല്ലബഹാ അദാബൻ. എന്നാൽ ആ അനുഗ്രഹങ്ങൾക്കുമേൽ അവൾ നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹങ്ങളെ അവന്റെ മേൽ ശിക്ഷയായി മാറ്റിമറിക്കും. വഇദാ റഅയ്ത റബ്ബക യുവാലി അലൈക നിഅമഹു വഅൻത തഅസീഹി ഫഹ്ദർ. അതുകൊണ്ട് നീ അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടും ഹറാമുകൾ പ്രവർത്തിച്ചിട്ടും തോന്നിവാസങ്ങൾ ചെയ്തിട്ടും നിനക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതായാണ് നീ കാണുന്നതെങ്കിൽ, ചിലരുടെ ന്യായവും അതല്ലെങ്കിൽ ചിലരുടെ അഹങ്കാരവും, ചിലർ വഞ്ചിക്കപ്പെടുന്നതും ഈ പ്രയോഗത്തിലാണ്, അതല്ലെങ്കിൽ ഈ വിചാരത്തിലാണ്. ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ച് തോന്നിയതുപോലെ ജീവിച്ചിട്ടും എനിക്ക് അനുഗ്രഹങ്ങൾക്ക് ഒരു കുറവില്ലല്ലോ, ദുനിയാവിലൊരു കുറവില്ലല്ലോ. ഞാൻ പലിശ മാർഗത്തിലൂടെ സമ്പാദിച്ചിട്ടും കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചിട്ടും പറ്റിച്ചിട്ടും വെട്ടിച്ചിട്ടും വഞ്ചിച്ചിട്ടും എനിക്കൊരു കുറവില്ല. എനിക്ക് വർഷാവർഷം ടേൺ ഓവർ കൂടുകയാണ്, ലാഭവിഹിതം വർദ്ധിക്കുകയാണ്. സഹോദര, ഇത് നമ്മളെ വഞ്ചിച്ചു കളയരുത്. അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും ഹറാമുകൾ ചെയ്തിട്ടും തോന്നിവാസങ്ങൾ മുഴുകിയിട്ടും അനുഗ്രഹങ്ങൾ ദുനിയാവ് നമുക്ക് വാരിക്കോരി അള്ളാഹു നൽകുകയാണോ? മുൻഗാമികൾ പറയുന്നു, നീ സൂക്ഷിക്കണം, നീ ഭയപ്പെടണം. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി നന്ദി ചെയ്യാത്തവരെ അള്ളാഹു പെട്ടെന്നൊരു പിടികൂടും. അവർ അറിയാത്ത രൂപത്തിൽ, അവരറിയാതെ അനുഗ്രഹങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ ശിക്ഷയായി മാറ്റിമറിച്ച് അള്ളാഹു അവരെ പിടികൂടും. അതുകൊണ്ട് സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, യുസ്ബിഉ അലൈഹിം നിഅം വയംനഅഹും ശുക്ർ. അനുഗ്രഹങ്ങൾ അവർക്ക് നിലക്കാത്ത പ്രവാഹമായി ലഭിക്കും. നന്ദി ചെയ്യാതെ അവർ ജീവിക്കുകയും ചെയ്യും. പിന്നീട് അത് ശിക്ഷയായി അവരെ നശിപ്പിക്കുന്നിടത്തേക്ക് എത്തുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലാ തദുറുക്കും ദുനിയാ ശകർതുമൂഹ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ദുനിയാവ്, നന്ദി ചെയ്യുന്ന ദുനിയാവ്, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ദുനിയാവ്, ആ ദുനിയാവ് നിന്നെ ദ്രോഹിക്കുകയില്ല. ആ ദുനിയാവിൽ നിനക്ക് പരീക്ഷണങ്ങൾ പ്രയാസമായി അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് ദുനിയാവ് നമുക്ക് ലഭിക്കണമെങ്കിൽ, ദുനിയാവിൽ നഷ്ടം നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, ദുനിയാവ് നമുക്ക് അനുകൂലമാകണമെങ്കിൽ, സഹോദരി, അള്ളാഹു പറഞ്ഞതനുസരിച്ച് അവന്റെ ദീൻ മുറുകെ പിടിച്ച് ഹറാമുകൾ എക്കാലത്തും ഹറാമായി മനസ്സിലാക്കി ഒഴിച്ചു നിർത്തി അള്ളാഹു നിർബന്ധമാക്കിയത് നിർബന്ധമായും പ്രവർത്തിച്ച് ശരിയായ മുസ്ലിമായി ജീവിച്ചു നന്ദിയുള്ളവരാകുക. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم احفظ بلاد المسلمين. اللهم احفظ بلاد المسلمين. اللهم احفظ بلاد المسلمين. اللهم احفظ أمراءهم. اللهم احفظ آمتهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.